ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ ബ്രെഡ് ഷവർമ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇഫ്താർ സ്പെഷ്യൽ കൂടിയാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കക്കരിക്ക എടുത്തിട്ടുണ്ട്, അത് കുനുകുന അരിഞ്ഞു. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും അങ്ങനെ തന്നെ അരിഞ്ഞു. അടുത്ത് ഞാൻ ഒരു പീസ് ഉള്ളി, ഒരു പീസ് തക്കാളി. തക്കാളിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാരണം ഞാൻ അതെടുത്തത്. ഇതിൻ്റെ കൂടാതെ നമുക്ക് ക്യാബേജ് എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം. ഇപ്പം ഞാൻ അതെടുത്തിട്ടുള്ളൂ. ഇനി മയണൈസ് ഉണ്ടാക്കാം. മയണൈസിന് ഒരു മുട്ടയുടെ ഫുൾ എടുത്തിട്ടുണ്ട്, അത് ഞാനൊരു മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചു ഫസ്റ്റ്. ഇനി 2-3 വെളുത്തുള്ളി പീസ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ ഒരു പീസ് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇനി കുറേശ്ശായിട്ട് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കണം. ഒരു പാകത്തൊരു കൺസിസ്റ്റൻസി വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗറും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മയണൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ കട്ട് ചെയ്തിട്ട് ഈ മിക്സറിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് കൂടെ ഇതിൽ കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. അടുത്തത് ബോൺലെസ് ചിക്കനാണിത്. ബോൺലെസ് ചിക്കന് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുത്തതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി അടുത്തത് വലിയ സൈസുള്ള ഇതുപോലത്തെ ബ്രെഡാണ്. ഇതിൻ്റെ 4 സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചപ്പാത്തി കോലുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് പല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. 2 ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 ബ്രെഡ് സൈഡ് ഫുൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദയിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിലും ഇത് ഒട്ടിക്കും. ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. മയണൈസിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് ഒട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പല ഷേപ്പിൽ നമുക്കിത് ചെയ്യാം. ഇനി ഉപയോഗിച്ച ഈ ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് കളയാതെ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാൽ മതി, നല്ല ബ്രെഡ് ക്രംസ് തന്നെ നമുക്ക് കിട്ടും. അടുത്തത് ഒരു മുട്ട അടച്ചിട്ട് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാനായിട്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. അടുത്ത ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.